പ്രശ്നം ഇസ്രായേലാണ് ഈ യുദ്ധം അവസാനിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ലബനാൻ ഈ സീസ് ഫയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്, അതിന് തടസ്സമായി അത് മാറും. അതുകൊണ്ട് ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത്, ഈ സീസ് ഫയറിലെ ഏറ്റവും വലിയ തടസ്സം. അതർവൈസ് ഇപ്പോൾ നോക്കുക, പാകിസ്ഥാനിലെ ചർച്ച അലസി പിരിഞ്ഞത് ഏത് പോയിന്റിലാണ് കൊണ്ട് ലബനാൻ പോയിന്റ് തന്നെയാണ് അലസി പിരിയുന്നത്, വേറെ ഒരു പോയിന്റിലും അല്ല. എന്താണ് അതുപോലെ യുറേനിയം എൻറിച്ച്മെൻറ്റ്, അത് നേരത്തെ ഇറാൻ സമ്മതിക്കില്ല എന്ന് അമേരിക്ക അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ പാകിസ്ഥാൻ ഇസ്ലാമാബാദിലെ ചർച്ച അമേരിക്കയുടെ ആവശ്യമാണ്, ഇറാൻ്റെ അല്ല. ഇന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണമുണ്ട്, ഞങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡിലേക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കാമെങ്കിൽ അമേരിക്കയുമായിട്ട് ഇനിയും ചർച്ച. അത് എപ്പോഴും ഒരു അപ്പർ ഹാൻഡിലാണ് ഇറാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് അമേരിക്കയുമായി സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുമായി സംസാരിച്ച് പ്രശ്നം തീർക്കും എന്നല്ല പറയുന്നത്, ഈ പ്രശ്നം തീർക്കാൻ നീ എൻ്റെ ടേബിളിൽ വാ എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കുറേ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവാണ്. ആ കോംപ്ലക്സിസിറ്റി ഉണ്ടാക്കുന്നത് ഒന്നിൽ പ്രധാന കാര്യം ട്രംപിൻ്റെ വ്യക്തിത്വമാണ്. ട്രംപ് എന്താണ് ചിന്തിക്കുന്നത്, ട്രംപ് ആരോടൊപ്പമാണ്, എന്തിനോടൊപ്പമാണ്, അമേരിക്കൻ താല്പര്യങ്ങളൊപ്പമാണോ, അതിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളൊപ്പമാണോ, ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തെ കാര്യം, മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോവാണ്. ഈ മിഡ് ടൈം ഇലക്ഷനെ ഈ പറയുന്ന ഇറാൻ ക്രൈസിസ് ട്രംപിന് ഗുണപരമായാണോ ദോഷമായിട്ടാണോ സ്വാധീനിക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിന് തിരിച്ചടി എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, യൂറോപ്പിൻ്റെ ഈ പറയുന്ന ഹോസ്റ്റിലിറ്റി ടുവാർഡ്സ് US, ആ മൂന്ന് കാര്യങ്ങളും ഈ പ്രശ്നത്തെ കൂടുതൽ എന്താണ് പറയുക, കുറേ കൂടി കോംപ്ലക്സ് ആക്കുകയാണ് ചെയ്യുന്നത്, പരിഹരിക്കാനല്ല ഉതകുക. ഇവിടെ അമേരിക്കയ്ക്ക് മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, തൽക്കാലം എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്മാറുക, ഈ സീസ് ഫയർ നീട്ടിക്കൊണ്ടുപോകുക, പിന്മാറുക എന്നുള്ളത് ചെയ്യാവുന്നുള്ളൂ. അതർവൈസ് ജിമ്മി പറഞ്ഞതുപോലെ ഓൾറെഡി നാണം കെട്ടുന്ന US ഈ ഹോർമുസ് കടലിൻ്റെ ബ്ലോക്കേഡ് കാര്യത്തിൽ നാണം കെടാൻ പോവാണ്. അവരെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിലെ ഒരേ ഒരു വില്ലൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അത് മനസ്സിലാക്കി പിന്മാറുക, ഇസ്രായേലിന് വേണ്ടി നിൽക്കുക എന്നല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറം അവിടെ പോയിട്ട് ഒരു കോമാളി വേഷം കിട്ടുകയാണ്. അതായത് ഞങ്ങൾ കുറേ ഗുണ്ടകളെ കൂട്ടി വന്നിരിക്കുന്നു, കപ്പൽ തടഞ്ഞിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ അത് കണ്ട് പരാജയപ്പെടുകൂടി ചെയ്യുകയാണ്.